ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഒരു ഡേ മൈ ലൈഫും അതുപോലെ തന്നെ നമ്മളെ നെയിമിങ് സെറമണിക്ക് വേണ്ടി നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകലൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ തലേ ദിവസം എന്താ പറയുക, ചിക്കനും ഒക്കെ ആയിട്ട് ചിക്കൻ ഉണ്ടാക്കിയ പാത്രം അതുപോലെ ഫുഡ് കഴിച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. ലേറ്റാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ പാസ്സാക്കി നേരെ വന്ന് കിച്ചണിൽ കയറി വിഷ്ണുവിന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനും ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പൊതുവേ എന്താ പറയുക, 1 ലിറ്റർ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാല് കാച്ചി വയ്ക്കും, അതിൽ നിന്നൊരു ചായ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ എനിക്കിന്ന് നല്ല ചുമ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല, പാല് ഞാൻ എടുത്തു വെച്ചു. ചുമയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരു കട്ടനൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പാത്രങ്ങൾ നൈസായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പൂവൊക്കെ മാറ്റിയിട്ട് ഇന്ന് പുതിയ കളം ഉണ്ടാക്കണം. അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേനും ബബ്ലു നീറ്റ് വന്നിട്ട്, ബബ്ലു ഈ ഒരു ഡ്രസ്സ് ഇട്ടുള്ളത് കഴിഞ്ഞ ദിവസം അവളെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചുമയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ചെവിയൊക്കെ കവർ ചെയ്ത് കൊടുക്കാൻ. ഒന്നാമത്തെ ഇവിടെ പാടാണല്ലോ, അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ തണവ് കാരണം വരണതാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂവൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ എന്താ പറയുക, ഈ ചെടിയുടെ കിടക്കി കൊണ്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടാണ് കേട്ടോ. പിന്നെ മിറ്റൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ചു. പൂവൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തിട്ട് അവിടുന്ന് വരുന്ന എന്താ പറയുക എല്ലാം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കച്ചറ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അതും കൂടി ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ അടിക്കാൻ നിന്നു കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിലൊന്ന് പോയി നോക്കി. അമ്മ ബബ്ലുവിന് പനിയായ കാരണം കുറച്ച് പൊടിയേരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ പോയി. കഴിഞ്ഞിട്ട് നമ്മുടെ മോനെയും നോക്കി. മോൻ ഉറക്കം തന്നെയാണ്. അപ്പം ഞാൻ വേഗം വന്നിട്ട് അടിച്ചു വാരി കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം പൂവ് കഴിഞ്ഞ തലേ ദിവസം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാൻ വിചാരിച്ചു. ബബ്ലു കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാനതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞാനും വിഷ്ണുവും കൂടിയിട്ട് പൂവിടാൻ എന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി പൂവൊക്കെ ഇട്ടു.
ഞങ്ങൾ ഇട്ടിട്ടുള്ള പൂക്കളാട്ടോ. ഇതായിരുന്നു ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയട്ടോ. അങ്ങനെ നമ്മൾ പൂവിടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗവും അടിച്ചു വാരി തുടയ്ക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇന്ന് എല്ലാതും നേരം വൈകിയ കാരണം നേരം വൈകിയല്ല, കിച്ചണിൽ രാവിലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒക്കെ ലൈറ്റായി, പൂ കട്ടിയും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും എടുത്ത് കഴിച്ചു. പിന്നെ അനിയൻ നമ്മുടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാലട പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ കുക്കിംഗ് മൊത്തം അമ്മ ചെയ്യും. ഞാനിങ്ങനെ ക്ലീനിങ് കാര്യങ്ങൾ, ഒതുക്കി വയ്ക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഉണ്ണികളുടെയും വിഷ്ണുവിൻ്റെ ഒക്കെ ഡ്രസ്സ് വാഷ് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ നേരെ ചെക്കനെ കുളിപ്പിച്ച് കൊടുത്തിട്ടാണ്. നമ്മുടെ ബബ്ലുവിന് പനിയായിട്ട് അവിടെ അടുത്ത് നടക്കുന്നുണ്ട് വിഷ്ണു. അങ്ങനെ ഞാനും അമ്മയും ഉമ്മീനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കൊടുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഡ്രസ്സ് വാഷ് ചെയ്യൽ കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് തോരടാൻ പോയി. ഡ്രസ്സ് തോരട്ടിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഉണങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് മുകളിൽ നിന്ന് വന്നു. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വയ്ക്കും. അപ്പോഴത്തേനും ഞാൻ ടയേർഡായിട്ടാണ്, രാവിലെ മുതൽ ഇരുന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാലുവേദന, കൈവേദന അറിയാലോ. ഈ ഒരു പോസ്റ്റ് പാർട്ടത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും ഉണ്ട്. ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തെങ്കിൽ കൂടി അതത്ര കൊണ്ട് എന്താ പറയുക, വേദനകൾ ഒഴിച്ചിലായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പൊതുവേ ചെയ്യണ എല്ലാവരുടെ വീട്ടിലും നിർത്തിയിട്ട് ചെയ്യണ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഉഴിച്ചിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വന്നു. എല്ലാവരും കഴിച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി എടുത്ത് ചിക്കനും എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ ഉണ്ണിയുടെ കുപ്പിയൊക്കെ സ്റ്റെറിലൈസ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാനൊക്കെ പോവുകയാണ്. നമ്മുടെ നെയ്മിങ് സെറിമണി വരികയാണ്, ഉത്രാടത്തിൻ്റെ അന്നാണ് വരുന്നത് കേട്ടോ നെയ്മിങ് സെറിമണി. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം, എല്ലാവർക്കുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഉണ്ണികളുടെ രണ്ടാളുടെയും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തു. എന്നിട്ട് പിന്നെ മുടിയൊക്കെ ചെയ്കി ഒന്ന് കെട്ടി സ്റ്റൈലാവാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, മുടി നന്നായി കൊഴിയുന്നതുകൊണ്ട് തന്നെ അധികം ഇട്ട് വലിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. ചീർപ്പിട്ടിട്ട് നന്നായി കൊഴിഞ്ഞു വരുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് വെറുതെ ചീവി ഒരൊറ്റ ബണ്ണിടണുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതലായിട്ട് മുടിയുമ്പോൾ കളിച്ച് കഴിഞ്ഞാൽ കുറേ മുടി കൈക്ക് പോയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നെറ്റൊക്കെ കയറി പോകുന്നുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും നമ്മൾ റെമഡീസ് ഒന്നും ഇപ്പോൾ ചെയ്യാനുള്ളൊരു സമയം കിട്ടണമില്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറും ഡോട്ടർ ഷീറ്റ്സിൻ്റെ എന്താ സൺസ്ക്രീമൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി സെറ്റായിട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ ഉണ്ണിയുടെ പാല് റെഡിയാക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ ലാക്ടോജൻ കലക്കുന്നുണ്ട്. പിന്നെ ചെക്കനും ബബ്ലും ചെറിയ ചെറിയ കുറുമ്പുകൾ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്കൊന്ന് പോയി നോക്കും. ബബ്ലു പനി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, അതുപോലെ തന്നെ വാശിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവളുടെ കൂടെ എനിക്ക് എൻ്റെ കൺട്രോളിൽ നിന്ന് പോകുന്നുണ്ട്. എനിക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ മൊത്തത്തിൽ ടയേർഡാണ്. കഴിഞ്ഞിട്ട് ഇവരുടെ വാശിയും വയ്യാത്ത കാരണമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടിയിട്ട് ബബ്ലുവിൻ്റെ മുടി വെട്ടിയത് എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് നിങ്ങൾ വീഡിയോസ്, എന്നാലാണ് നമ്മളെ വീഡിയോ റീച്ച് ആവുള്ളൂ. അങ്ങനെ ഞങ്ങളിതേ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ നന്നായി തടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പഴയ പോലെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. എന്തായാലും കുറയ്ക്കും ഞാൻ, ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറയ്ക്കും. അപ്പോൾ അനിയന്മാർ ബൈക്കും പോകുന്നു, ഞങ്ങൾ കാറിൽ പോയി. എല്ലാവർക്കും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കുള്ളതും കൂടി എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ബബ്ലുവിനും മോനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക്, ഷെയർ, കമൻറ്റ്.